വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് സാഷ്ന ആഷ് എബിൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് അക്കൗണ്ടിങ്ങിൻ്റെ ഗോൾഡൻ റൂൾസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഗോൾഡൻ റൂൾസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇതിൽ ഫസ്റ്റ് വൺ റിയൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നത് എന്തോ അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന് ക്രെഡിറ്റ് ചെയ്യുക. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ ഈ എക്സാമ്പിളിൽ പർച്ചേസ് ഫർണിച്ചർ ബൈ ക്യാഷ്. ഫർണിച്ചർ വാങ്ങിച്ചു, അപ്പോൾ എന്താണ് വന്നത്? ഫർണിച്ചർ വന്നു. അപ്പോൾ ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. പിന്നെയുള്ളത് ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. ക്യാഷും ഒരു അസറ്റാണ്. അപ്പോൾ ക്യാഷ് കൊടുത്തു, പോയതെന്താ? ക്യാഷ്. അപ്പോൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഈ റൂള് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. റിയൽ അക്കൗണ്ടിൻ്റെ റൂളാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ആ ട്രാൻസാക്ഷനിൽ ഉള്ള അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഇതിൽ നമ്മൾ ഫർണിച്ചർ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ഉണ്ട്. ഇനി ആ ഫർണിച്ചർ അക്കൗണ്ട് ഏത് ഗ്രൂപ്പിൽ വരും? ഫർണിച്ചർ അത് അസറ്റാണ്, ക്യാഷും അസറ്റാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് നോക്കണം. അപ്പോൾ അസറ്റ് ആയതുകൊണ്ട് നമ്മളിത് റിയൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ ആ റിയൽ അക്കൗണ്ടിൻ്റെ ആ റൂളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതിൽ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. പർച്ചേസ് മെഷീനറി ബൈ ക്യാഷ്. മെഷീനറി എന്ന് പറയുന്നതും അസറ്റാണ്, ക്യാഷും അസറ്റാണ്. അപ്പോൾ ഇത് റിയൽ അക്കൗണ്ടിൽ വരും. അപ്പോൾ എന്താണ് വന്നത്? പർച്ചേസ് മെഷീനറി വാങ്ങിച്ചു വന്നത് ഡെബിറ്റ് ചെയ്യുക, പോയത് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുക. ഇനി സെക്കൻഡ് വൺ പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയെടുക്കാം, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫേം ഇതുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യേണ്ടതാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണെന്ന് നോക്കാം. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഡെബിറ്റ് ദ റിസീവർ, ആരാണോ റിസീവർ അവരെ ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ദ ഗിവറിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് റിസീവർ ആരാണ്, ഗിവർ ആരാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ അതിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫെയിം ആയിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾ പേഴ്സണൽ അക്കൗണ്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് റിസീവർ ആരാണ്, ഗിവർ ആരാണെന്നാണ്. ഒരു ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. പർച്ചേസ് മെഷീനറി ഫ്രം XYZ ട്രേഡേഴ്സ്. ഇതിൽ ഏതൊക്കെ അക്കൗണ്ട് വരുമെന്ന് ആദ്യം നോക്കാം. പർച്ചേസ് മെഷീനറി, അപ്പോൾ മെഷീനറി അക്കൗണ്ട്. ഫ്രം XYZ ട്രേഡേഴ്സ്, അപ്പോൾ അതൊരു അക്കൗണ്ട്. മെഷീനറി എന്താണ്? മെഷീനറി വാങ്ങിച്ചു, അപ്പോൾ അതൊരു അസറ്റാണ്. പിന്നെ ആരുടെ കയ്യിൽ നിന്നും? ക്യാഷിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, അപ്പോൾ അതൊരു ക്രെഡിറ്റ് പർച്ചേസാണ്. XYZ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നുമാണ് നമ്മൾ വാങ്ങിച്ചത്. മെഷീനറി ഒരു അസറ്റ് ആയതുകൊണ്ട് നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യും? റിയൽ അക്കൗണ്ട് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ റിയൽ അക്കൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഏതായിരിക്കും ഡെബിറ്റ് ചെയ്യുക എന്ന് നോക്കണം ആദ്യം. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ഇവിടെ വന്നത് എന്താണ്? മെഷീനറി വാങ്ങിച്ചു, മെഷീനറിയാണ് വന്നത്. അപ്പോൾ മെഷീനറിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി നമ്മൾ നോക്കേണ്ടത് XYZ ട്രേഡേഴ്സ്, അതൊരു ഫേമാണ്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അപ്പോൾ ഇതിൽ നമ്മൾ XYZൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ ഗിവറാണ് XYZ. അപ്പോൾ നമ്മൾ ഗിവറിനെ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ദ ഗിവർ. അപ്പോൾ നമ്മൾ മെഷീനറി ഡെബിറ്റ് ചെയ്തു, ഗിവറായ XYZനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി തേർഡ് വൺ നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? ഇൻകവും എക്സ്പെൻസസുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ട്രാൻസാക്ഷനെ നമുക്ക് നോമിനൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാം. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് നമുക്ക് നോക്കാം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഡെബിറ്റ് ചെയ്യുക ഓൾ എക്സ്പെൻസസ്, എല്ലാ ബിസിനസ്സിൽ വരുന്ന എല്ലാ ചിലവുകളെയും നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാ ഇൻകത്തിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അതാണ് നോമിനൽ അക്കൗണ്ടിൽ വരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. സാലറി പെയ്ഡ് ബൈ ക്യാഷ്. സാലറി ക്യാഷ് ആയിട്ട് കൊടുത്തു. ഇതിൽ വരുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? സാലറി അക്കൗണ്ടും
ക്യാഷ് അക്കൗണ്ടുമാണ് വരുന്നത്. സാലറി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് എക്സ്പെൻസസ് ആണ്. അപ്പോൾ നോമിനൽ അക്കൗണ്ടിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസ്. അപ്പോൾ നമ്മൾ സാലറിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ഇനി ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. ക്യാഷ് അസറ്റാണ്. അപ്പോൾ നമ്മൾ ഏത് അക്കൗണ്ട് നോക്കും? റിയൽ അക്കൗണ്ട് നോക്കും. റിയൽ അക്കൗണ്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇതിൽ സാലറി കൊടുത്തു, ക്യാഷാണ് പോയിരിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ്. കമ്മീഷൻ ക്യാഷായിട്ട് നമുക്ക് കിട്ടി ഇൻകം. അപ്പോൾ നമ്മൾ ഇതിലത്തെ അക്കൗണ്ടുകൾ ഏതാണെന്ന് ആദ്യം നോക്കണം. ഇതിൽ കമ്മീഷൻ, പിന്നെ ക്യാഷ്, കമ്മീഷൻ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. അപ്പോൾ കമ്മീഷൻ നമുക്ക് കിട്ടി, ഇൻകം. അപ്പോൾ നോമിനൽ അക്കൗണ്ട്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പോൾ നമ്മൾ കമ്മീഷൻ ഏതിൽ വരും? കമ്മീഷനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാഷ് നോക്കാം. ക്യാഷ് അസറ്റാണ്. അപ്പോൾ നമ്മൾ റിയൽ അക്കൗണ്ട് നോക്കണം. റിയൽ അക്കൗണ്ടിൽ പറഞ്ഞിരിക്കുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. കമ്മീഷൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, ക്യാഷായിട്ടാണ് കിട്ടിയത്, ക്യാഷ് വന്നു. അപ്പോൾ നമ്മൾ അതിനെ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. കമ്മീഷനെ ക്രെഡിറ്റ് ചെയ്തു, ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ഈ ഒരു ഗോൾഡൻ റൂള് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചധികം ട്രാൻസാക്ഷൻസ് പരിചയപ്പെടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.